1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 1, 3 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനമുണ്ടായി. ഖുദായ് ഖിദ്മത്ത് ഗാർഡ്സ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രവിശ്യകളിലാണ് ഗവൺമെന്റ് രൂപീകരിച്ചത്? 7 പ്രവിശ്യകളിൽ. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്ന. പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് മുഹമ്മദ് അലി ജിന്ന. നെയ് താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാന്ധിജി. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരഞ്ഞെടുക്കുക. മൂന്നാമത്തെ ഓപ്ഷനാണ് ചേരാത്തത്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, ദുർഗാപൂർ ബ്രിട്ടൻ, റൂർക്കേല ജർമ്മനി. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത്? ജവഹർലാൽ നെഹ്റു. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ. താഴെ നൽകിയിരിക്കുന്നവയിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിരുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? C. കേശവൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1925 സത്യാഗ്രഹം അവസാനിച്ചു. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ T. പ്രകാശം. ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്? അയർലൻഡ്. ഡോ. BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 32. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത ഭേദഗതി 42-ാം ഭേദഗതി. മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു? ഭാഗം 3. നിയമവിധേയമല്ലാതെ തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ്. അടുത്തയിടെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആയ ഹ്വാസോങ് 12 പരീക്ഷിച്ച രാജ്യം ഉത്തര കൊറിയ. നാട്യശാസ്ത്രം എഴുതിയതാര്? ഭരതമുനി. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ലാ യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പി. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റൺ. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി G. ശങ്കരക്കുറുപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഛത്തീസ്ഗഡ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഇറ്റാനഗർ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റയായ സുന്ദരവനം ഏതെല്ലാം നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലം രൂപം കൊള്ളുന്നതാണ്? ഗംഗ, ബ്രഹ്മപുത്ര. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ശ്രീനഗർ, കാർഗിൽ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായ കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ? മലപ്പുറം. പശ്ചിമഘട്ടവും പൂർവഘട്ടവും സംഗമിക്കുന്ന മലനിര നീലഗിരി കുന്നുകൾ. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായ മലയാളി PR ശ്രീജേഷ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH 66. കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ കോഴിക്കോട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഇടുക്കി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പിള്ളി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടിയുണ്ടാകുന്ന രോഗാവസ്ഥ എംഫിസിമ. എലിപ്പനിക്കു കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. ആഗ്നേയഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റാ കോശങ്ങൾ. മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ടപിടിക്കുന്നു. രക്തം കട്ടപിടിക്കാത്തതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് APTT. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ
ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേര് കർസാപ്പ്. മസ്തിഷ്കത്തിന്റെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുവാനുള്ള ഉപകരണം ഇലക്ട്രോ എൻസെഫലോഗ്രാം. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റമുണ്ടാകുകയും ഓക്സിജൻ സംവഹനശേഷി കുറയുകയും ചെയ്യുന്ന രോഗം അരിവാൾ രോഗം. കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗമാണ് എയ്ഡ്സ്. സീറ്റെയിൻ നമ്പർ ഏതുതരം ഇന്ധനവുമായി ബന്ധപ്പെട്ടതാണ്? ഡീസൽ. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ 1342. താഴെ പറയുന്നവയിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? ട്രെയിൻ. വാഹനത്തിൽ ആൾട്ടർനേറ്ററുകളുടെ ഉപയോഗം ബാറ്ററി ചാർജ് ചെയ്യാൻ. സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഫീലർ ഗേജ്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം ഡിഫറൻഷ്യൽ. ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? തന്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന്. റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിനു ശേഷം മതിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര് ഗോൾഡൻ അവർ. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? വാഹനം നിർത്തുക. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ഹെഡ് ഗാസ്കറ്റ് തകരാർ. 1500 സിസിയിൽ താഴെയുള്ള മോട്ടോർ ക്യാബിനിൽ നിലവിലെ മിനിമം വാടക എത്രയാണ്? 5 കിലോമീറ്റർ വരെ 200 രൂപ. വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? ഫ്രിക്ഷൻ. കോഷനറി സൈൻ ബോർഡുകളുടെ ആകൃതി ത്രികോണം. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തിൽ OBD എന്തിനെ സൂചിപ്പിക്കുന്നു? ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? മറ്റുള്ളവർ നിയമം ലംഘിക്കുകയും എന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നത്. ABS എന്നാൽ എന്ത്? ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? സെക്ഷൻ 19. വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം ടാക്കോമീറ്റർ. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജില്ലാ കളക്ടർ. ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ യാത്ര ചെയ്യുവാൻ അനുവദിക്കുന്ന പരമാവധി ആളുകളുടെ എണ്ണം ആർക്കും അനുവദനീയമല്ല. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏതു പ്രായം തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്? 4 വയസ്സിന് മുകളിൽ. സലൂൺ ടൈപ്പ് ബോഡി ഏതുതരം വാഹനങ്ങൾക്കാണ് ഉള്ളത്? സ്റ്റേജ് ഗാരേജ്. ഒരു വാഹനത്തിന്റെ അൺലാഡൻ വെയിറ്റ് എന്നാൽ എന്ത്? ഡ്രൈവർ ഒഴികെയുള്ള വാഹനത്തിന്റെ ഭാരം. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? പുറകിൽ നിന്നുള്ള വാഹനം റിയർ വ്യൂ മിററിൽ കാണുവാൻ സാധിക്കാത്ത മേഖല. വീൽ ബേസ് എന്നാൽ എന്ത്? മുന്നിലെയും പിന്നിലെയും വീലുകൾ മധ്യരേഖകൾ തമ്മിലുള്ള അകലം. 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി 2 വർഷം. ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ടയറിന്റെ തേയ്മാനത്തിന്റെ പരിധി. ഒരു 4 സ്ട്രോക്ക് എഞ്ചിൻ 4 സ്ട്രോക്ക് പൂർത്തിയാക്കിയിരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും? 2 പ്രാവശ്യം. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഹാൻഡ് ബ്രേക്ക്. വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറംതള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം ഹൈഡ്രോ കാർബൺ. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴ 2000 രൂപ. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡന്റിന് നിഷ്കർഷിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 20 വയസ്സിന് മുകളിൽ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തിൽ ഏതു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? മലപ്പുറം. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം താഴെ പറയുന്നവയിൽ ഏതാണ്? മാസ്റ്റർ സിലിണ്ടർ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരം ആക്കിയിരിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 185. ജംഗ്ഷനിൽ വാഹനം ഓടിക്കുമ്പോൾ ഏത് വാഹനത്തിനാണ് മുൻഗണന? വലതുവശത്തുകൂടി വരുന്ന വാഹനങ്ങൾക്ക്.
ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ഉയർന്ന പരിധിയില്ല. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി നൽകുക. വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നോട്ടെടുക്കേണ്ടത് ഏത് നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് മിന്നിത്തിളങ്ങുമ്പോഴാണ്? ആംബർ. ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പുതുക്കുന്നതിനുള്ള അനുവദനീയമായ കാലാവധി കഴിയുന്നതിന് 12 മാസം മുൻപ്. മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 എന്തിനെ സൂചിപ്പിക്കുന്നു? അമിത വേഗത. സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം ഒലീവ് ഗ്രീൻ. ലെഡ് ആസിഡ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ GVW എത്ര? ഇവയൊന്നുമല്ല. സ്റ്റേജ് ഗാരേജിന് പെർമിറ്റ് അനുവദിക്കുന്നത് ആരാണ്? RTA. ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം ടയറിന്റെ തേയ്മാനം ഒരേപോലെ ആകുന്നതിന്, ടയറിന്റെ ലൈഫ് കൂട്ടുന്നതിന്, വാഹനത്തിന്റെ സുഗമമായ യാത്രയ്ക്ക്. പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അനുവദിച്ചിട്ടില്ല.